Hello all, welcome back to another session of Decoding Examiner's Report. Examiner's Report എന്താണെന്നും എക്സാമിനേഴ്സ് റിപ്പോർട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മളുടെ ഹബീബ് റഹ്മാൻ സാറ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ACCയുടെ PM പേപ്പറിന്റെ എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ACCയുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്ത് അതിലുള്ള മാർച്ച് ജൂൺ 24 എക്സാം എന്ന സാമ്പിൾ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും ഒക്കെ അത് ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഈ വീഡിയോസിലേക്ക് എത്തിപ്പെട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ ഡോൺ വറി, നമ്മൾ എക്സാമിനർ റിപ്പോർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ബട്ട് ഇറ്റ് വാസ് ഓൾവേസ് ബെറ്റർ നിങ്ങൾ അതൊന്ന് കണ്ടതിന് ശേഷമാണെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് മോർ ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എക്സാമിനർ റിപ്പോർട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം PM എന്ന പേപ്പറിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ നോക്കിക്കേ, 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ PM എക്സാം സ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് സെക്ഷൻ A, which consists of MCQs, 15 MCQs ഉള്ള 30 മാർക്സിന്റെ സെക്ഷൻ A നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം സെക്ഷൻ ബിയിൽ 3 OTQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആൻഡ് വി വിൽ ബി ഹാവിംഗ് 2 കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് essay ക്വസ്റ്റ്യൻസ് ഇൻ സെക്ഷൻ സി. ഓക്കെ, ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ്. അപ്പൊ ഇതില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, എക്സാമിനർ റിപ്പോർട്ടിൽ എക്സാമിനർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ ഏറ്റവും കൂടുതൽ തെറ്റിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ സെക്ഷൻ എ MCQസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ MCQസിൽ ഒരു 4 MCQs കാണുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നിയ 4 MCQs ആണ്. പക്ഷെ കുട്ടികൾ തെറ്റിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് തെറ്റ് പറ്റിയത്, എന്തായിരുന്നു സ്റ്റുഡൻസിന്റെ തിങ്കിങ് പ്രോസസ്സിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ശരിക്കും ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് PM ലേണിംഗിനേക്കാൾ ഉപരി PM എന്ന പേപ്പർ എക്സാം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിക്കരുതാത്ത ചില മിസ്റ്റേക്സ്, അല്ലെ, നമുക്ക് പറ്റിയേക്കാവുന്ന മിസ്റ്റേക്സ്, അത് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഓൾറെഡി അറ്റൻഡ് ചെയ്തവർക്കുണ്ടായ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെക്ഷൻ എയില് MCQ സെക്ഷനിൽ 4 ചോദ്യങ്ങൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോയി, അല്ലെങ്കിൽ മിസ്റ്റേക്സ് പറ്റി. സോ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്നും ആ 4 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഇതേപോലെ OTQs അല്ലെങ്കിൽ സെക്ഷൻ ബി, നമ്മുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കേസ് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒത്തിരി പേരും കാൻഡിഡേറ്റ്സ് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ അതിലേക്ക് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വിട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതേപോലെ സെക്ഷൻ സി കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നു എന്ന് ജനറലി അഭിപ്രായപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ ലെങ്തി വീഡിയോസ് ആയി പോകുമെന്നുള്ളത് കൊണ്ട് ഐ തോട്ട് ഇറ്റ് ഇസ് ബെറ്റർ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ 2 ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ദിസ് 4 MCQs and 1 OTQ, ആൻഡ് പാർട്ട് 2 നമ്മൾ കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ടു ഡീകോഡിംഗ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് സെഷൻ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തവർ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഓർമ്മയുണ്ടാവും. ഡാലി കമ്പനി എന്ന ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റെലവന്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ടു ഫുൾഫിൽ ദ കസ്റ്റമർ ഓർഡർ എന്നുള്ളതാണ്. ഡാലി കമ്പനി നീഡ് 600 kg ഓഫ് മെറ്റീരിയൽ K. നമുക്ക് ഇത്ര 600 kg മെറ്റീരിയൽ K വേണം നമ്മളുടെ ഒരു കസ്റ്റമറിന്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ. കറന്റ് നമ്മളുടെ കയ്യിൽ ഇൻവെന്ററി ഒന്നുമില്ല, പക്ഷെ 200 kg ഓഫ് J എന്ന മറ്റൊരു മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെ. J എന്ന മെറ്റീരിയൽ, this is not perishable and this will have no alternative use other than to sell it for scrap for $28 per kg. J എന്ന മെറ്റീരിയലിനെ കൊണ്ട് വേറെ ഒരു ഉപകാരമില്ല, നമുക്കത് സ്ക്രാപ്പ് ആയിട്ട് സെല് ചെയ്യാം. Okay, this material, this 200 kg of material J could be converted into K. അപ്പൊ മെറ്റീരിയൽ J വേണമെങ്കിൽ എനിക്ക് കൺവേർട്ട് ചെയ്ത് K ആക്കാം. നമ്മുടെ ക്ലയന്റ് ആവശ്യപ്പെട്ടത് 600 kg K ആണ്. ഓക്കെ, നമ്മളുടെ കയ്യിൽ K ഒന്നുമില്ല. സോ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് മെറ്റീരിയൽ J നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് വരുന്നുണ്ട്, ദാറ്റ് ഇസ് $6 കൺവേർഷൻ കോസ്റ്റ് ആയിട്ട്. Jക്ക് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു, J നമുക്ക് വേണമെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാമായിരുന്നു അറ്റ് എ പ്രൈസ് ഓഫ് $28 per kg.
ഇനി കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയി വാങ്ങാം, $30 വാങ്ങാം. പക്ഷെ ഒരു മാസം കഴിഞ്ഞാൽ $38 ആവും. ഓക്കെ, അപ്പൊ ഇന്ന് വാങ്ങണോ ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങണോ എന്നുള്ളതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. മെറ്റീരിയൽ കെ എന്നുള്ളത് പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ 25% നഷ്ടപ്പെട്ടു പോകും ഒരു മാസത്തെ സമയത്തിനുള്ളിൽ. അതായത് നമ്മൾ 100 kg കെ മേടിച്ചു വെച്ചു എന്നെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും അവിടെ പിന്നെ 75 കിലോഗ്രാം കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ വന്നിട്ട് ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കോക്കുക, ഇതിന്റെ ആൻസർ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്താൽ വുഡ് ബി ഹെൽപ്ഫുൾ. സോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് എന്ന മൊഡ്യൂളിലെ റെലവന്റ് കോസ്റ്റിംഗ് എന്ന ഏരിയ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ റിവിഷൻ കിറ്റിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റഡി ഹബിലുള്ള ക്വസ്റ്റ്യൻസിനേക്കാളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എക്സാമിനർ ട്രൈ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്ക് ഒരു കൺവെർഷന്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ എസ്പെഷ്യലി ഈ മാസം 30 ആണ്, അടുത്ത മാസം 38 ആവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യസ്തം. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുന്നേ കണ്ട് ഫെമിലിയർ പോലും അല്ല അല്ലെ. ഒത്തിരി പേരും ഇത് ആദ്യമായിട്ട് കാണുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് കാണുന്ന ഉദ്ദേശിച്ചത് ഈ ഒരു ടൈപ്പേ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് വളരെ വീക്ക് ആയിട്ട് പെർഫോം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിന്റെ റൈറ്റ് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡാലി കമ്പനിയെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ജെ എന്ന മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ അതാണ് അല്ലെ, ജെ എന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ. ആ ജെ എന്ന മെറ്റീരിയലിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കെ ആക്കാം. അപ്പൊ 200 kg കിട്ടും അല്ലെ. അപ്പൊ ജെ എന്ന മെറ്റീരിയൽ ശരിക്കും $28 വാല്യൂ ഉള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ $6 കൂടെ അഡീഷണലി വന്നു. അപ്പൊ 28 + 6 34 ആയി. ഈ $34 നമുക്ക് കൺവേർഷൻ നടക്കും അല്ലെ. അപ്പൊ ചിലർ ഈ ഒരു ആൻസർ മാത്രം എഴുതി വെച്ചു. 28 + 6 34 ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 34 kg കോസ്റ്റ് വന്നു, ഫൈൻ, ശരിയാണ്. പക്ഷെ ഇതാകെ 200 kgയുടെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 600 kg കെ വേണം. ഇപ്പോ 200 kg കെ കിട്ടിയിട്ടുണ്ട്, ഫൈൻ. അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഇന്ന് വളരെ കുറഞ്ഞ വിലയുള്ളൂ, $30 അല്ലേ ഉള്ളൂ ഇന്ന് അല്ലെ. അപ്പൊ ഇന്ന് തന്നെ ഓടിപ്പോയി നമുക്ക് കെ വാങ്ങാം. അതാണ് അടുത്ത ഓപ്ഷൻ. ഇന്ന് $30 ആണ്. ഒരു മാസം കഴിയുമ്പോഴേക്കും അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ 75% നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആക്ച്വലി $30 കെ വാങ്ങിയാൽ പോരാ, നമുക്ക് $40 കെ വാങ്ങേണ്ടി വരും. അതാണ് ഇവിടെ ഈ കാൽക്കുലേഷനിൽ കാണിച്ചിട്ടുള്ളത് 30/0.75 ചെയ്തിട്ടുള്ളത്. അതായത് $40 കെ വാങ്ങിയാലേ അതിൽ 25% നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ബാക്കി $30 കെ നമ്മളുടെ കയ്യിൽ, അത്രയും ക്വാണ്ടിറ്റി കെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു 1 കിലോഗ്രാം കെ ആണെങ്കിൽ അത് ഉണ്ടാവത്തുള്ളൂ. സോ അതൊരു ഓപ്ഷനാണ്. പക്ഷെ അപ്പം മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ജെ ഉപയോഗിച്ച സമയത്ത് 34 കോസ്റ്റ് വന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 40 കോസ്റ്റ് വരികയാണ്. പിന്നെ വേണമെങ്കിൽ 1 മന്ത് ടൈം കൂടെ കഴിഞ്ഞ് ആവശ്യമുള്ള സമയത്ത് മാർക്കറ്റിൽ പോയി കെ വാങ്ങാം. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. അപ്പൊ കോസ്റ്റ് 38. അപ്പൊ ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ, ഈ 3 ഓപ്ഷൻസിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ 3 ഓപ്ഷൻസിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഒബ്വിയസ്ലി ജെ ആണ് അല്ലെ. ജെ കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്തായിരുന്നു, ജെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 200 kgക്കുള്ള ജെ കിട്ടത്തുള്ളൂ. അപ്പൊ 200 kg നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 200 kg $34 എന്ന കോസ്റ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്കൊരു 400 kg ആവശ്യമുണ്ടല്ലോ. ഈ 400 kgക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മാർക്കറ്റിൽ പോവോ 1 മന്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോവും? 1 മന്ത് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകും. കാരണം ഇന്ന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വി മേ ഹാവ് ടു പെർച്ചേസ് അറ്റ് എ കോസ്റ്റ് ഓഫ് 40 അല്ലെ. $40 സാധനം വാങ്ങണ്ടേ അല്ലെ. അപ്പൊ ഒരുപാട് കോസ്റ്റ് വരികയാണ്. അപ്പൊ അതിന് പകരം ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. സോ ദാറ്റ് $38 കോസ്റ്റ് വരത്തുള്ളൂ. സോ ദ റെലവന്റ് കോസ്റ്റ് ഇസ് 22,000. ഇങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയ, ചിലർ ജെ എന്നതാണ് ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 34 × 600 ചെയ്തു വെച്ചു. നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല.
ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു ആൻസറിലേക്ക് എത്തും എന്നുള്ളത്. ഓക്കെ, ചിലര് ഡയറക്ട്ലി 600 into 38 ചെയ്തു. ഓപ്ഷൻ 3 600 into 38 എന്ന രീതിയിൽ മുഴുവനായിട്ട് ചെയ്തു. ഇതൊക്കെ റോങ് ആൻസർ ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സിന് വന്ന കോമൺ ആൻസർ. ഇതൊന്നും ആരും ചിന്തിച്ചു പോലും ഇല്ല അല്ലെ. ഇതിലേക്കൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തെറ്റുത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ എക്സാമിനർക്ക് കാണാൻ കഴിഞ്ഞത്. സോ ദ റൈറ്റ് ട്രീറ്റ്മെന്റ് എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കുക എന്നുള്ളത് റെലവന്റ് കോസ്റ്റിംഗിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ജെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജെ എടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം 200 kg കിട്ടിയിട്ടുള്ളൂ. അല്ലെ, ആവശ്യമുള്ള 600 kg ആണ്, അതിൽ വെറും 200 കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു അല്ലെ. സെറ്റ് അല്ലേ? യെസ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് which of the performance measures would be used to measure economy, efficiency, effectiveness? ഇത് വായിക്കുന്ന സമയത്ത് ഇക്കണോമി എന്ന് നമ്മൾ വേറെ എവിടെയും പഠിച്ചിട്ടില്ല. ഇത് ഏതാ സിലബസ് ഏരിയ ഓർമ്മയുണ്ടോ? ഇത് സിലബസ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ചാപ്റ്റർ നമ്പർ 15 നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർമെന്റ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്ന സിലബസ് ഏരിയ ആണിത്. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അക്കൗണ്ട് കെയർ എന്നത് ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ, അതായത് പബ്ലിക് സെക്ടർ ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ടൈം മദേഴ്സിന് പോസ്റ്റ് നേറ്റൽ കെയർ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ വർക്കേഴ്സ് അറ്റ് ദിസ് ഓർഗനൈസേഷൻ ആർ മെയിൻലി ഫുൾ ടൈം സ്റ്റാഫ്. കൂടുതലും ഫുൾ ടൈം സ്റ്റാഫ് ആണ്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ടെമ്പററി സ്റ്റാഫിനെയും കൊണ്ടുവരാറുണ്ട്. ചെലവ് കൂടുതലാണെങ്കിലും കൊണ്ടുവരാറുണ്ട്. Performance measures below are used by the management to monitor the performance as part of value for money. Value for money frameworkil അല്ലേ ഇക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ പഠിച്ചേ അല്ലെ. അപ്പോ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇക്കണോമി എന്ന പെർഫോമൻസ് മെഷർ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇവിടെ യൂസ് ചെയ്യാൻ കഴിയും ഈ ഒരു ഓർഗനൈസേഷൻ? അപ്പൊ പെട്ടെന്ന് ഞാൻ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഇക്കണോമി എന്ന് പറയുന്നത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇക്കണോമി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇൻപുട്സിന്റെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുക. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ ഇൻപുട്സിനെ ഔട്ട്പുട്സ് ആയിട്ട്, മാക്സിമം ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ പറയാം നല്ല എഫിഷ്യൻസി ആണെന്നുള്ളത്. ഈ ഉണ്ടാക്കിയ ഔട്ട്പുട്സ് ഒക്കെ ഒബ്ജക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇഫക്റ്റീവ് ആണ് അല്ലെ. ഈ ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയാം. ഇങ്ങനെ 3 മെഷർ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വാല്യൂ ഫോർ മണി ഫ്രെയിംവർക്ക് പ്രകാരം. അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചത് ഇക്കണോമി എന്നുള്ള മെഷറാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് ബെഡ്സ് ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ബെഡ്സ്. ടോട്ടൽ ബെഡ്സിൽ ഇപ്പൊ എത്ര ബെഡ്സ് ഒക്കുപ്പൈഡ് ആയിട്ടുണ്ട്? നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ബെഡ് എന്നൊക്കെ പറയുന്ന റിസോഴ്സുകളാണ് അല്ലെ. അപ്പൊ ഇത്രയും ബെഡ്സ് നമുക്ക് അവൈലബിൾ, അതിൽ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി കൂടെ ഉപയോഗിക്കാം. അത് എഫിഷ്യൻസി അല്ലേ എന്ന് പറയുന്നത്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ ചിന്തിക്കുക, അതെപ്പോഴും എഫിഷ്യൻസി ആണെന്ന് ഓർക്കുക. ഇത്രയും ബെഡ്സിൽ ഇത്രയാണ് ഉപയോഗിച്ചത്, ബാക്കി കൂടെ ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, ഡയറക്ട് സ്റ്റാഫ് കോസ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. യെസ്, നമ്പർ ഫിഗർ വരുന്നു, നമ്പേഴ്സ് വരികയാണ്. ഡയറക്ട് സ്റ്റാഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തുകയാണ്. സ്റ്റാഫ് കോസ്റ്റിന് ഡയറക്ട്ലി വന്ന എക്സ്പെൻസസ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ സ്റ്റാഫ് കോസ്റ്റിന് വന്ന എക്സ്പെൻസസ് അത് കൂടിയാൽ നമുക്ക് പറയാം ഓക്കെ ഇക്കണോമി അല്ലെ അത്ര പോരല്ലോ, അത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്, അതിന്റെ ആ ഒരു ഡയറക്ട് സ്റ്റാഫ് കോസ്റ്റിന്റെ പ്രൊപ്പോർഷൻ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഡയറക്ട് സ്റ്റാഫിനെ അക്വയർ ചെയ്തിട്ടുണ്ട്, ഈ റിസോഴ്സിനൊക്കെ അക്വയർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ സെക്കൻഡ് വൺ എന്നുള്ളത് നമുക്കറിയാം ഇക്കണോമി ആയിട്ട് മാച്ച് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സിലബസ് ഏരിയ സ്റ്റുഡൻസ് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന സംഗതിയാണ് വാല്യൂ ഫോർ മണി. പക്ഷെ എക്സാമിനൊന്നും തീരെ പെർഫോം ചെയ്യാത്ത ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത്. തേർഡ് വൺ, ഫുൾ ടൈം സ്റ്റാഫ് അവേഴ്സ് ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്റ്റാഫ് അവേഴ്സ്. ടോട്ടൽ സ്റ്റാഫ് അവേഴ്സിൽ ഫുൾ ടൈം സ്റ്റാഫ് എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അപ്പൊ ബാക്കിയുള്ളത് ടെമ്പററി സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ സ്റ്റാഫിനെ തന്നെ എത്രത്തോളം അഗെയിൻ യൂട്ടിലൈസ് ചെയ്യുന്നു, റിസോഴ്സ് യൂട്ടിലൈസേഷനെ പറ്റി പറയുന്നതാണ് നമുക്ക് പറയാം എഫിഷ്യൻസി ആണെങ്കിൽ അല്ലെ. അവിടെ വീണ്ടും എഫിഷ്യൻസി എന്ന ഫ്രെയിംവർക്കിലെ എഫിഷ്യൻസി എന്ന എലമെന്റിനെ പറ്റിയിട്ടാണ് തേർഡ് ഓപ്ഷനും സംസാരിക്കുന്നത്.
നമുക്ക് ഇത്രയും സ്റ്റാഫ് അവേഴ്സ് ആണ് ടോട്ടലി നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഫുൾ ടൈം സ്റ്റാഫ് അവേഴ്സ് 50% ആണ്, 60% ആണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂട്ടിക്കൂടെ, 80 90 ഒക്കെ ആക്കിക്കൂടെ? 100 ആക്കി കഴിഞ്ഞാൽ അത്രയും ടെമ്പററി സ്റ്റാഫിനെ പിന്നെ ആവശ്യമേ ഇല്ല അവിടെ. ഫുൾ ടൈം സ്റ്റാഫ് തന്നെ 100% ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ടെമ്പററി സ്റ്റാഫിന്റെ ആവശ്യമില്ലല്ലോ. സോ ദിസ് ഇസ് ഹൗ വി ഷുഡ് തിങ്ക്. ലാസ്റ്റ് ഓപ്ഷൻ, ഫുഡ് കോസ്റ്റ് പെർ മീൽ സെർവ് ടു പേഷ്യന്റ്. പേഷ്യൻസിന് കൊടുക്കുന്ന ഫുഡിന്റെ കോസ്റ്റ്. യെസ്, അഗെയിൻ കോസ്റ്റ് വന്നു. നമ്പേഴ്സ് ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലേ, അവർക്ക് കൊടുക്കുന്ന ഫുഡാണ്. ആ ഒരു പേഷ്യന്റ് എന്ന നമ്മളുടെ ഒരു കസ്റ്റമർ ആണ് അല്ലെ, ഈ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കസ്റ്റമർ ആണ്, അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസിന് വരുന്ന കോസ്റ്റ്. യെസ്, അഗെയിൻ ദാറ്റ് കുഡ് ബി ക്ലാസിഫൈഡ് അണ്ടർ ഇക്കണോമി. അപ്പൊ ഇവിടെ ഇതിൽ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉമാണ്, സെക്കൻഡ് 1 ആൻഡ് ഫോർത്ത് 1 ആണ് ഇക്കണോമി എന്ന ഫ്രെയിംവർക്ക് എലമെന്റിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു അത് ചെയ്യേണ്ടത്. പക്ഷെ കുറെ പേര് ഇതിൽ പറ്റിയ മേജർ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒക്കുപ്പൈഡ് ബെഡ്സ്. ഓക്കെ, ഇത്രയും ബെഡിന്റെ ചെലവായി, ഈ ബെഡിന്റെ ചെലവിലേക്ക് ആളുകൾ തിങ്ക് ചെയ്തു, സ്റ്റുഡൻസ് തിങ്ക് ചെയ്തു, ഇത്രയും ബെഡ്സ് വേണ്ടി വന്നു അല്ലെ, അപ്പൊ അത്രയും ബെഡ് വേസ്റ്റ് അല്ലേ, അപ്പൊ കുറെ കാശ് ചെലവാക്കിയില്ലേ എന്ന രീതിയിൽ തിങ്കിങ് പോയി. അങ്ങനെയല്ല തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എഫിഷ്യൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. സിമിലർലി ഫുൾ ടൈം സ്റ്റാഫ് അവേഴ്സ് കൂടിയാൽ അതിന്റെ കോസ്റ്റിനെ പറ്റി ഉടനെ തിങ്ക് ചെയ്തു തുടങ്ങി. അങ്ങനെ സി എന്ന ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത ആളുകളും ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാതെ തിങ്കിങ് കറക്റ്റ് ആക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ ഇപ്പൊ ഫുഡ് കോസ്റ്റ് പെർ മീൽ എന്ന് തന്നിട്ടുണ്ട്, ഇവിടെയും കോസ്റ്റ് എന്ന വാക്ക് വന്നു. അതൊരു ഒരു എന്താ പറയുക, ഒരു ട്രിഗർ ആണ്. കോസ്റ്റ് എന്ന വാക്ക് കാണുമ്പോഴേ നമുക്ക് ഇക്കണോമി ആണല്ലോ എന്നൊക്കെ തിങ്ക് ചെയ്യാൻ കുറെയൊക്കെ. ഓക്കെ, ബട്ട് സ്റ്റിൽ ഫുൾ കാര്യങ്ങൾ വായിക്കുക. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് ഇൻക്രിമെന്റൽ ടൈം ഫോർ 8th ബാച്ച് ഓഫ് ന്യൂ പ്രോഡക്റ്റ്? 8th ബാച്ചിന്റെ ടൈം എത്രയാണ്? ടോട്ടൽ 8 ബാച്ചിന്റെ ടൈം എത്രയാണ്? ആവറേജ് ടൈം എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് എവിടെയാ? ലേണിംഗ് കർവില. ലേണിംഗ് കർവിലെ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. എന്നിട്ട് പോലും കാൻഡിഡേറ്റ്സിന് ഇത് തെറ്റുപറ്റി. സോ അല്ലെ, അത് എന്തുകൊണ്ടായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എക്സാം പ്രഷറിൽ ഇങ്ങനെ സ്പീഡിൽ എഴുതി പോകുന്ന സമയത്ത് പറ്റിയ എന്തെങ്കിലും തെറ്റായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് വരേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമ്പേഴ്സ് ഇൻവോൾവ് ആയതോ അല്ലെങ്കിൽ കെയർലെസ് കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കൊണ്ടൊക്കെ തെറ്റിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് തെറ്റിച്ചെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തിക്കുക. ഓൾറെഡി എക്സാം ചെയ്തവരല്ല, എക്സാം ചെയ്യാത്ത ആളുകൾ ഇവിടെ വെച്ചൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Douglas company is producing a new product and expects its workforce to experience 80% learning curve in production. Okay, അപ്പോ ലേണിംഗ് കർവ് റേറ്റ് 85%, R is equal to 85% ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കുവാനുള്ള ലേബർ ടൈം 260 hours ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ബാച്ച്. അപ്പൊ നമ്മളുടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എക്സാമിന് ഫോർമുല ഷീറ്റിൽ ആ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഏതാ ഇക്വേഷൻ? y is equal to ax raised to b. അതിൽ a എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കുവാൻ എടുത്ത സമയം. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, 260 hours ആണെന്നുള്ളത്. b യുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ലേണിംഗ് ഇൻഡെക്സ് ദാറ്റ് ഇസ് -0.234 ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് 8ാമത്തെ ബാച്ചിന് എടുത്ത ടൈം ആണ് ചോദിക്കുന്നത്. 8ാമത്തെ ബാച്ചിന്റെ ടൈം സ്പെസിഫിക്കലി കണ്ടെത്തണമെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാ? ഓർക്കുന്നുണ്ടോ? ടോട്ടൽ 8 ബാച്ചിന്റെ ടൈം എടുത്തു, ടോട്ടൽ 7 ബാച്ചിന്റെ ടൈം എടുത്തു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 8ാമത്തെ ബാച്ചായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, 7th ബാച്ച് ചോദിച്ചാൽ 7 ബാച്ചസിന്റെ ടോട്ടൽ ടൈം എടുത്തു, 6 ബാച്ചസിന്റെ ടോട്ടൽ ടൈം എടുത്തു. അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് 8th ബാച്ച് ആണെങ്കിലും സ്റ്റുഡൻസ് ചെയ്ത ഏറ്റവും വലിയ മേജർ മിസ്റ്റേക്ക് എന്നുള്ളത് എന്താന്ന് വെച്ചാൽ 9 ബാച്ചസിന്റെ ടോട്ടൽ ടൈം എടുത്തു, 8 ബാച്ചിന്റെ ടോട്ടൽ ടൈം എടുത്തു. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു വെച്ചു. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 9th ബാച്ചിന്റെ ടൈമാണ് കിട്ടുക. ഓപ്ഷൻസിൽ അത് ആ ഒരു ആൻസർ കിട്ടുന്നത് കൊണ്ട് ഡയറക്ട്ലി അതിലേക്ക് കാൻഡിഡേറ്റ്സ് ജമ്പ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 9 ബാച്ചിന്റെ ടൈം എടുക്കുക, 8 ബാച്ചിന്റെ ടൈം എടുക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിയാണല്ലേ. ഇത്രയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ വെറും സില്ലി മിസ്റ്റേക്സ്. അപ്പൊ എപ്പോഴും ആലോചിച്ച് നോക്കുക, 8ാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
ഏഴാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 7 6 തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് രീതിയിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന അഡീഷണൽ ഒരു ഡേറ്റ കൂടെ ഉണ്ട്. ക്യുമുലേറ്റീവ് ആവറേജ് ടൈം പെർ ബാച്ച് ഫോർ 8th batch is 159.83 hours. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് ആവറേജ് ടൈം പെർ ബാച്ച് ഫോർ 8th batch. അപ്പം നമ്മൾ 8 ബാച്ച് ഉണ്ടാക്കുമ്പോൾ ആവറേജ് 8ാമത്തെ ബാച്ചിന് എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാവുന്നത് ടോട്ടൽ ടൈം ഫോർ 8 batches കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ആവറേജ് 8 ബാച്ച് ഉണ്ടാക്കുമ്പോൾ ആവറേജ് എടുത്ത ടൈം നമുക്ക് തന്നിട്ടുണ്ട് 159 ആണ്. അത് ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ 8 batches ദാറ്റ് ഇസ് 1278.64 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? 7 ബാച്ചിന്റെ ടൈം കണ്ടെത്തണം. 7 ബാച്ചിന്റെ ടൈം കണ്ടെത്തുവാൻ ആദ്യം 7 ബാച്ചിന്റെ ആവറേജ് എടുക്കുകയാണ്, ക്യുമുലേറ്റീവ് ആവറേജ് എടുക്കണം. അതിനുവേണ്ടി y is equal to 260, എക്ക് പകരം 260 ഇൻറ്റു എക്സ് എന്നതിന് പകരം 7 ആണ്. ഇവിടെ 7 ബാച്ചിന്റെ ആയതുകൊണ്ട് 7 റേസ് ടു -0.234 ചെയ്തപ്പോൾ 164.90 കിട്ടി. 164.90 എന്നുള്ളത് 7 ബാച്ച് ഉണ്ടാക്കുമ്പോൾ ആവറേജ് ഒരു ബാച്ചിന് എടുക്കുന്ന സമയമാണ്. അത് ഇൻറ്റു 7 ചെയ്താൽ ടോട്ടൽ 7 ബാച്ചിന്റെ ടൈം കിട്ടും. സോ ബേസിക്കലി ദ ആൻസർ ഇസ് 1278.64ഉം 1154.30യും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി 124.3 എന്നുള്ളത് കിട്ടും. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എയും ബിയും സിയും ഇൻകറക്റ്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റായ കാൽക്കുലേഷൻസ് ലീഡ് ചെയ്യുന്ന ആൻസേഴ്സ് തന്നെയാണ് ഇത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് 9th ബാച്ചിന്റെ ടൈമാണ്. കുട്ടികൾ എടുത്തിട്ടുണ്ടാവും, കാൻഡിഡേറ്റ്സ് എടുത്തത്, ചില കാൻഡിഡേറ്റ്സ് എടുത്ത് 9 batches മൈനസ് 8 batches എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആയി. സിമിലർലി ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആവുന്നത് അത് 7 ബാച്ചിന്റെ ആവറേജ് ടൈം ആണ്. ഏതാ? ഈ 164.90. ഇതൊരു സൈക്കോളജിയാണ്. നമ്മളൊരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ അതിനിടയിൽ വെച്ച് കിട്ടിയ ഒരു നമ്പറാണ് ഈ 164.90 എന്നുള്ളത്. ഓക്കെ, അവിടെ എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇടയ്ക്ക് വായിക്കുന്ന കൂട്ടത്തിൽ ഇത് ഓപ്ഷനിലുണ്ടല്ലോ, ഓക്കെ ഇത് ഓപ്ഷനിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഓപ്ഷൻ മാർക്ക് ചെയ്യാണ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ നിൽക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ ആളുകൾ അറിയത്തില്ല, കാൻഡിഡേറ്റ്സ് യൂഷ്വലി അറിയാറില്ല. കാരണം അവർ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ആൻസർ തന്നെയാണല്ലോ ഞാൻ ഓപ്ഷനിൽ എഴുതി, എക്സാം വാസ് ഫൈൻ സർ, എക്സാം നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഹാളിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ റിമോട്ട് എക്സാം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അപ്പോ എന്നിട്ട് വിളിച്ചു പറയാം, ടീച്ചേഴ്സിനെ വിളിച്ചു പറയുന്നത് ഓക്കെ എക്സാം നല്ല എളുപ്പമായിരുന്നു കേട്ടോ എന്ന രീതിയിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ്, അതായത് അവർ ചെയ്തതിലെ കെയർലെസ്നെസ് എന്നുള്ളതാണ്, വളരെ കെയർലെസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ മിസ്റ്റേക്സ് നമുക്ക് പറ്റരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് MCQ, 4ാമത്തെ MCQസിലേക്ക് നോക്കാം. വിച്ച് 2 of the following controls are likely to be used of this company? കൺട്രോൾസിനെ പറ്റിയൊക്കെ പറയുന്നത് സാധാരണ WA പേപ്പറിൽ PM-ലും കൺട്രോൾസ് ഒക്കെ ഉണ്ടോ? യെസ്, PM-ലുണ്ട് അല്ലെ. ഏത് സെക്ഷൻ ആയിരുന്നു? സെക്ഷൻ എയിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പഠിച്ച സമയത്താണ് നമ്മൾ കൺട്രോൾസ്, ഈ ഫയർ വാൾ, അതേപോലെ അല്ലെ ആന്റി സ്പൈവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജനറൽ കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്നൊക്കെ പഠിച്ചത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഒരു തിയറി ഏരിയ ആണ്. ചാപ്റ്റർ നമ്പർ 2 and 3, സ്പെസിഫിക്കലി സ്പീക്കിംഗ് ചാപ്റ്റർ നമ്പർ 2 and 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Vaisal company uses the services of a number of market research consultant based in different geographical region. പല റീജിയൻസിലെ, ലോകത്തെ പല റീജിയൻസിലുള്ള മാർക്കറ്റ് റിസർച്ച് കൺസൾട്ടൻസിന്റെ വർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് നമ്മൾ എടുക്കാറുണ്ട്. ദീസ് കൺസൾട്ടന്റ്, ഇവര് മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട്, പുതിയ പ്രോഡക്ട്സിന്റെ ഡിസൈൻ ആളുകൾ എന്താണ് ഇഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇത് ഇവര് സീൽഡ് പാക്കേജ് ഒക്കെ സീൽ ചെയ്ത് നമുക്ക് കൊറിയർ ആയിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം ഇത് വളരെ കൊമേഴ്ഷ്യലി സെൻസിറ്റീവ് അല്ലെ. ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ഒരുപാട് കോസ്റ്റ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കാം ഈ റിസർച്ച് ഒക്കെ. അപ്പൊ അതുകൊണ്ട് വളരെ പാക്കേജ് ഒക്കെ സീൽ ചെയ്ത് നമുക്ക് കൊറിയർ ചെയ്യാം. ഇനി വീണ്ടും ഇതൊന്നും ലീക്ക് ആവാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദ കൺസൾട്ടൻസ് ആർ റിക്വയർഡ് ടു വർക്ക് യൂസിങ് നോൺ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഒരു കമ്പ്യൂട്ടറിന് അടുത്തിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ഇല്ല, നോൺ നെറ്റ്വർക്ക്ഡ്. നെറ്റ്വർക്കിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ ഇസ് കണക്റ്റഡ് എന്നുള്ളത് അത് നമുക്കറിയാലോ. നോൺ നെറ്റ്വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ഒരു സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അടുത്ത ഒരു സിസ്റ്റത്തിലേക്ക് ഒരു
അല്ലെ, ഒരു രീതിയിലും അടുത്തൊരു സിസ്റ്റത്തിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ആക്സസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ടു സേവ് ഓൾ ദി ഫൈൻഡിങ്സ്, ഈ മാർക്കറ്റ് റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എല്ലാം നമ്മളൊരു ഹാർഡ് ഡ്രൈവിൽ, അല്ലെ, ആൻഡ് ടു സേവ് ഓൾ ദി മാർക്കറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ഓൺ എ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഹാർഡ് ഡ്രൈവ്. അപ്പൊ ഹാർഡ് ഡ്രൈവ് വെറുതെ അല്ലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ആക്സസ് കിട്ടത്തില്ല. അവിടെ വീണ്ടും പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതും ഒരു ഹാർഡ് ഡ്രൈവ് ഇതിൽ യൂസ്ഡ് ആണ്, അതും കൊറിയർ വഴിയാണ് സെൻഡ് ചെയ്തത്. അപ്പൊ ഹാർഡ് കോപ്പി സീൽ ചെയ്ത് കൊറിയർ വഴി സെൻഡ് ചെയ്തു. പിന്നെ നോൺ നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലുള്ള ഈ പറയുന്ന മാർക്കറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ ഒരു ഹാർഡ് ഡ്രൈവ്, അതും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ല ഹാർഡ് ഡ്രൈവിൽ സെൻഡ് ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾസ് എന്ന് പറയുമ്പോൾ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ കുറച്ചെങ്കിലും പഠിച്ച ഓർമ്മയിൽ സ്റ്റുഡൻസ് ഫയർവാൾ എന്ന ഓപ്ഷനിലേക്ക് പോയാണല്ലോ. ഫയർവാൾ, കമ്പ്യൂട്ടർ എന്നൊരു വാക്ക് കണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഫയർവാൾ എന്ന കൺട്രോൾ ചെയ്തു. അത് മാത്രമല്ല, അതാണ് അതിന്റെ ലോജിക്. പിന്നെ ആന്റി സ്പൈവെയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഓക്കെ, ഇത് കമ്പ്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമല്ലേ, അപ്പോഴേക്കും അത് വിച്ച് 2 എന്നാ പറയുന്നത്. അപ്പൊ സെക്കൻഡ് 1 എന്നത് ഈ പറയുന്ന ആന്റി സ്പൈവെയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ആക്ച്വലി 90% ഓഫ് ദി കാൻഡിഡേറ്റ്സും തെറ്റിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. പെട്ടെന്ന് ഇത് രണ്ടും ലോക്ക് ചെയ്തു, പക്ഷെ ഇത് രണ്ടും അല്ല, ഇതല്ലാത്ത 2 ഓപ്ഷൻസ് ആണ്, വിച്ച് ഇസ് ബി ആൻഡ് ഡി എന്ന ഓപ്ഷൻസ് ആണ് ശരിയായ ഓപ്ഷൻസ്. ഏതാ? ലോക്കബിൾ ക്യാബിനറ്റ്, എ കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ? ഓക്കെ, സി, നമുക്ക് ഫിസിക്കലായിട്ട് ഹാർഡ് കോപ്പി കിട്ടുമ്പോൾ ആ ഹാർഡ് കോപ്പി പിന്നീട് ഫെർദർ ലീക്ക് ആതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താ? ഓക്കെ, ഞാനിത് ലോക്ക് ചെയ്ത് വെക്കട്ടെ, അതല്ലേ അവിടെ വേണ്ട കൺട്രോൾ. പിന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്ട് ഉണ്ട്. അതെ, മാർക്കറ്റ് റിസർച്ച് ആണ്, നിങ്ങൾ കണ്ടെത്തുന്ന ഫൈൻഡിങ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വഴി പുറത്തു പോയ കാര്യമാണ്. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്റ്റിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും അവർ പുറത്തേക്ക് പോകത്തില്ല. അതായത് ഇൻ കേസ് അവർ പുറത്തേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മേ ബി പെനാൽറ്റീസ്, ഫൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, അല്ലെ, നിങ്ങളത് കോർട്ടിലേക്കൊക്കെ കൊണ്ടുപോകാം, കേസൊക്കെ ആവാം എന്ന രീതിയിൽ, അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുന്നത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് പോകാനേ പാടില്ല എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നോൺ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു, ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ നോൺ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് ആകുമ്പോൾ പിന്നെ അവിടെ ആന്റി സ്പൈവെയർ പ്രോഗ്രാമിനോ ഫയർവാളിനോ ഒന്നും വലിയ റോളില്ല ഓൾറെഡി, അല്ലെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹാർഡ് ഡ്രൈവിലുള്ള ഡേറ്റ ചെയ്യണമെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓൾറെഡി ആ കൺട്രോൾ, പാസ്വേഡ് എന്നൊരു കൺട്രോൾ, ആ കൺട്രോൾ നമ്മൾ ബ്രീച്ച് ചെയ്താലേ നമുക്ക് ആ ഡേറ്റ കിട്ടത്തുള്ളൂ, അല്ലെ. ഇനി ആ ഡേറ്റ പുറത്ത് കണ്ടിട്ട് ഞാനത് പറയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്ട് എന്നുള്ളതാണ്. ദിസ് വിൽ സെർവ് ആസ് എ ലീഗൽ സപ്പോർട്ട് ടു പ്രൊട്ടക്ട് ദ കൊമേഴ്ഷ്യലി സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് നമ്മളുടെ സെക്ഷൻ എയില് കാൻഡിഡേറ്റ്സ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തിയ 4 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ നിങ്ങളും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നമ്മളാണെങ്കിലും നോർമലി സെലക്ട് ചെയ്യുന്ന ഒരു ആൻസർ ആണ് ദാ ഇവിടെ കാണുന്ന ഈ ഫയർവാൾ എന്നുള്ളതും ആന്റി സ്പൈവെയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്നുള്ളതും. ഓക്കെ, അപ്പൊ എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടോ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. നോൺ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടർ ആണ്, അല്ലെ. അത് മാത്രമല്ല ഹാർഡ് കോപ്പീസ് ആണ്. ഹാർഡ് കോപ്പീസ് ആണെങ്കിൽ ഇനി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെ, സീൽ ചെയ്ത് കൂട്ടി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ലോക്കബിൾ ക്യാബിനറ്റ്, സേഫ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും എക്സാമിന് വരുത്താതിരിക്കുക. എക്സാമിന് റിപ്പോർട്ട് ഡീകോഡ് ചെയ്യുന്ന ആദ്യത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നപ്പോൾ റെക്കോർഡിങ്സിന്റെ ലെങ്ത് ഇങ്ങനെ കൂടുന്നു. അപ്പം ഒരുപാട് വലിയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെ വേണ്ട എന്ന് തോന്നും. അതുകൊണ്ട് സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഷോർട്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, OTQs ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ മിസ്റ്റേക്സ് ആണോ, ഇത് നമുക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി മച്ച് മോർ ഡിസ്കഷൻ വിൽ ബി ഫോർ ദി OTQ സെഷൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, ലൈക്ക് വെദർ ദിസ് സെഷൻ ഇസ് ഹെൽപ്പിംഗ് യു ഓർ നോട്ട്. അങ്ങനെയാണെങ്കിലാണ് ആസ് ടീച്ചേഴ്സ് നമുക്കും ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. Once again, thank you all for attending the session. All the very best for your exams. See you in the next session. Thank you.